നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വൈശാഖ മഹോത്സവം കൊട്ടിയൂരിൽ ഞായറാഴ്ചയും വൻ ഭക്തജന തിരക്ക്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ തൊഴുതുമടങ്ങിയത്. വാഹനമിടിച്ചു തകർന്ന ഇരിട്ടി പാലത്തിന്റെ ഇരുമ്പ് ദണ്ട് ഇനിയും നീക്കം ചെയ്തില്ല. പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതവും പുനഃസ്ഥാപിച്ചില്ല. വിശദമായ വാർത്തകളിലേക്ക്. കൊയിലാണ്ടിക്ക് സമീപം കൊട്ടിയൂർ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച് കതിരൂർ സ്വദേശിനി മരിച്ചു. 4 പേർക്ക് പരിക്ക്. എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയിൽ മുക്കം നെല്ലിക്കാപ്പറമ്പിൽ കൊട്ടിയൂർ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാറിൽ യാത്ര ചെയ്തിരുന്ന കതിരൂർ സ്വദേശിനി മയമൂനയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. കാറിലുണ്ടായിരുന്ന 4 പേരെ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ 2:30യോടെയായിരുന്നു അപകടം. കോളയാട് ചോല സ്വദേശി അഷ്കറിന്റെ ഭാര്യയാണ് മൈമൂന. അൻസില, അമാന, ആഷിക എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി ദമ്പതികളടക്കം 4 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തും വിധം കാർ ഓടിച്ചു പോയ ബേപ്പൂർ സ്വദേശി യാസർ അർഫാത്തിനെയും 4 കൂട്ടാളികളെയും എക്സൈസ് സംഘവും പോലീസും ചേർന്ന് പിടികൂടി. 50 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന 685 ഗ്രാം മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായാണ് സംഘം അറസ്റ്റിലായത്. പുളിക്കൽ അരൂരിൽ 8 വീട്ടിൽ ഷെഫീഖ്, ഭാര്യ സൗദ, പുല്ലിപ്പറമ്പ് ചേരേമ്പ്ര KK ഹൗസിൽ VK അഫ്നാനുദ്ദീൻ, പുളിക്കൽ സിയാങ്കണ്ടത്ത് പുള്ളിയൻ വീട്ടിൽ മുഹമ്മദ് ഷാഹിദ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാറിന്റെ നേതൃത്വത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-ക്കാണ് കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK ഷാജി, പ്രിവന്റീവ് ഓഫീസർ ഷാജി അളോക്കൻ എന്നിവരെ കാറുകൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത്. എക്സൈസും പോലീസും പിന്തുടർന്നെങ്കിലും കാർ കണ്ടെത്താനായില്ല. എക്സൈസ് കമ്മീഷൻ സ്ക്വാഡും കണ്ണൂർ ഡാൻഡഫും ഇരിട്ടി പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ വെള്ളിയാഴ്ച രാത്രിയോടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി വാഹനമോടിച്ച ബേപ്പൂർ സ്വദേശി യാസർ അറഫാത്തും കാറും പിടിയിലായി. കൂട്ടുപ്രതികളെയും ഇവർ കടത്തിയ മയക്കുമരുന്നും കണ്ടെത്താൻ മലപ്പുറം എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. 24 മണിക്കൂറിനകം തന്നെ എക്സൈസ് സംഘം പ്രതികളെ വലയിലാക്കി. KL-10 ഓൺ റോഡ് സ്ക്വാഡ് എന്ന പേരിലുള്ള ഓപ്പറേഷനിലാണ് ഇവർ പിടിയിലായത്. എക്സൈസ് ഉത്തരമേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ മെത്താഫിറ്റമിൻ വേട്ടകളിലൊന്നാണിത്. അന്വേഷണ സംഘത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ PK മുഹമ്മദ് ഷഫീഖ്, കണ്ണൂർ സ്ക്വാഡ് ഇൻസ്പെക്ടർ T ഷിജുമോൻ, പ്രിവന്റീവ് ഓഫീസർ K പ്രദീപ് കുമാർ, CEO-മാരായ സച്ചിൻ ദാസ്, നിതിൻ ചോമാരി എന്നിവരും പോലീസ് SI സനീഷ്, ഉദ്യോഗസ്ഥരായ അനൂപ്, ഷിജോയ്, ഷൗക്കത്ത് അലി, നിജീഷ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വാഹനമിടിച്ചു തകർന്ന ഇരിട്ടി പാലത്തിന്റെ ഇരുമ്പ് ദണ്ട് ഇനിയും പാലത്തിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം ഇനിയും പുനഃസ്ഥാപിച്ചതുമില്ല. കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ലോറി ഇടിച്ച് പഴയ പാലത്തിന്റെ ഉരുക്കുദണ്ട് തകർന്ന് തൂങ്ങിയതോടെയാണ് പഴയ പാലം അടച്ചത്. ഇരിട്ടി പഴയ പാലം വഴി ഗതാഗതം നിരോധിച്ചതിനാൽ ഇരിട്ടി പുതിയ പാലവും ടൗണും ഗതാഗതക്കുരുക്കിലാണ്. അപകടമുണ്ടാക്കിയ ലോറി പാലത്തിന്റെ പ്രവേശന കവാടത്തിൽ പിടിച്ചു വച്ച നിലയിലാണ്. പഴയ പാലം വഴി മേലാപ്പിൽ തട്ടാതെ പോകാൻ പറ്റാത്തത്ര ഉയരവും ഭാരവുമുള്ള ലോറിയാണിത്. അപകടം പറ്റിയ പഴയ പാലത്തിൻ്റെ തകർന്ന മേലാപ്പ് പൂർവ്വസ്ഥിതിയിലാക്കാതെ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുമാവില്ല. ഉളിക്കൽ തളിപ്പറമ്പ് ഭാഗങ്ങളിലേക്ക് ഇരട്ടിയിൽ നിന്നുള്ള വാഹനങ്ങൾ പഴയ പാലം വഴിയാണ് വൺ വേ സംവിധാനത്തിലൂടെ കടന്നുപോയിരുന്നത്. പാലം അടച്ചതിനാൽ എല്ലാ വാഹനങ്ങളും പുതിയ പാലം വഴിയാണ് യാത്ര. ഇതോടെ പുതിയ പാലത്തിൻ്റെ വാഹനത്തിരക്ക് അനിയന്ത്രിതമായി. പുതിയ പാലം പ്രവേശന ഭാഗത്തെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല. ഇത് കാരണം എല്ലാ ഭാഗത്ത് നിന്നുമുള്ള വാഹനങ്ങൾ ഒരേ സമയം പാലത്തിലേക്ക് കടക്കുമ്പോൾ അപകട സാധ്യതയും വർദ്ധിക്കുന്നുണ്ട്. 90 വർഷം പഴക്കമുള്ളതാണ് ഇരട്ടിയിലെ പഴയ ബ്രിട്ടീഷ് നിർമ്മിത പാലം. പുതിയ പാലം തുറന്ന ഘട്ടത്തിൽ പഴയ പാലം പൈതൃക സ്മാരകമെന്ന നിലയിൽ പൊതുമരാമത്ത് ഫണ്ടിൽ തുക വകയിരുത്തി അറ്റകുറ്റപ്രവൃത്തിയൊക്കെ നടത്തിയതാണ്. തകർന്ന മേലാപ്പ് നന്നാക്കാൻ വെൽഡിംഗ് അടക്കം വേണ്ടിവരും. നന്നാക്കാൻ വൈകുന്തോറും പുതിയ പാലം വഴിയും ടൗണിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാവും. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇനി കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ. കൊട്ടിയൂരിൽ ഞായറാഴ്ചയും വൻ ഭക്തജന തിരക്ക്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ തൊഴുതുമടങ്ങിയത്.
കൊട്ടിയൂരിൽ വൈശാഖോത്സവ സന്നിധിയിൽ ഞായറാഴ്ചയും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ തൊഴുതു മടങ്ങിയത്. ഇടയ്ക്കിടെ പെയ്ത മഴയും ഭക്തജനങ്ങൾക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങുന്നതിന് തടസ്സമായി. പുലർച്ചെ 3 മണി മുതൽ തന്നെ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. കണിച്ചാർ മുതൽ കൊട്ടിയൂർ വരെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ഭക്തജനങ്ങളിൽ പലരും വാഹനം ഉപേക്ഷിച്ച് കിലോമീറ്ററുകൾ നടന്നാണ് അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ എത്തിയത്. ഭക്തജനങ്ങളുടെ ക്യൂ കിഴക്കേ നടയിൽ നിന്നും മന്നഞ്ചേരി വരെയും പടിഞ്ഞാറേ നടയിൽ നിന്നും നടുക്കുനി വരെയും ഭക്തജനങ്ങളുടെ ക്യൂ നീണ്ടു. ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും വളണ്ടിയർമാർക്കും ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. അവധി ദിവസമായതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതാണ് തിരക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് തിരക്കിന് അല്പം ശമനമുണ്ടായത്. എങ്കിലും രാത്രി വൈകിയും ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടായില്ല. ഹൈവിഷൻ ന്യൂസ്, കേളകം. ബസ് അപകടത്തിൽപ്പെട്ടു. മുഴക്കുന്ന് മുരിങ്ങോടി റോഡിൽ മേൽമുരിങ്ങോടിയിലാണ് ക്ഷേത്ര ദർശനത്തിന് പോയ ടൂറിസ്റ്റ് ബസ് റോഡരിക് ഇടിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. വാർത്തകളിലേക്ക് വീണ്ടും. കൊട്ടിയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ ശിഖരം പൊട്ടിവീണ് താൽക്കാലിക കട തകർന്നു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തെ താൽക്കാലിക കടയ്ക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. ശനിയാഴ്ച സന്ധ്യയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൊട്ടിയൂർ ഇക്കരെ ക്ഷേത്രത്തിന് സമീപത്തെ താൽക്കാലിക കട തകർന്നത്. അപകട സമയത്ത് നിരവധി ഭക്തജനങ്ങൾ താൽക്കാലിക കടയിലും സമീപത്തുമായി ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. കട ഭാഗികമായാണ് തകർന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മരത്തിന്റെ ശിഖരം മുറിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കി. ഹൈവിഷൻ ന്യൂസ്, കേളകം. കാണുവാനില്ല. തിലങ്കേരി മച്ചൂർ മലയിലെ വെള്ളുവക്കണ്ടി ദേവിയെ കാണുവാനില്ലെന്ന പരാതി ശനിയാഴ്ച വൈകുന്നേരം 5 മണി മുതലാണ് കാണാതായത്. ഇവരെ കാണുന്നവർ മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിലോ 8590716210 എന്ന നമ്പറിലോ വിവരമറിയിക്കുക. ഡെങ്കിപ്പനി പ്രതിരോധം ഉറവിട നിർമ്മാർജ്ജനത്തിനായി ഒരുമിച്ചിറങ്ങാം ജാഗ്രതയോടെ എന്ന പരിപാടിയുമായി പായം ഗ്രാമപഞ്ചായത്ത് വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം. മഴയെത്തിയതോടെ ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് പായം ഗ്രാമപഞ്ചായത്ത് വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതിനായി ഞായറാഴ്ച വീടും പരിസരവും വൃത്തിയാക്കി ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും ഈ യജ്ഞത്തിൽ പങ്കാളികളായി. പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വീട്ടിൽ കൊതുക് വളരുന്ന സാഹചര്യം കണ്ടുപിടിച്ച് ഒഴിവാക്കി പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോജ് കുറ്റിയാനി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും മാതൃകാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മെമ്പർമാരും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ സ്വന്തം വീടുകളിൽ കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കി ഈ യജ്ഞത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ എല്ലാവരും സ്വന്തം വീടുകളിലും ഇത്തരത്തിൽ പരിസരം വൃത്തിയാക്കി ഈ യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ തെരു സാന്ത്വനം പുരുഷ സ്വയം സഹായ സംഘം, ഡിവൈഎഫ്ഐ തെരു യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആദരം പരിപാടി സംഘടിപ്പിച്ചു. തെരു സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ തെരു സാന്ത്വനം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും ഡിവൈഎഫ്ഐ തെരു യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ MBBS കരസ്ഥമാക്കിയ ഡോക്ടർ അഭിഷ, BAMS കരസ്ഥമാക്കിയ ഡോക്ടർ കീർത്തന സുരേഷ്, ശ്രേഷ്ഠ സാഹിത്യരചന അംഗീകാരം കരസ്ഥമാക്കിയ ദീപ്ന പ്രമോദ്, സാന്ത്വനം ട്യൂഷൻ അധ്യാപകരായ ഹരിത അരുൺ, ഷീബ അരക്കൻ, SSLC +2 വിജയികളായ തൃഷ സതീശൻ, ആദിത്യൻ കെ, ശ്രീനന്ദ ഷാജി, യദുനന്ദൻ PV, ഭവ്യ രമേശൻ, വൈശാഖ് കെ എന്നിവരെയും സംസ്ഥാന സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ശിവനന്ദ കാക്കര, ആന്ധ്രാപ്രദേശിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിൽ ഭരതനാട്യത്തിൽ 2ാം സ്ഥാനം നേടിയ ശിവന്യ രാജേഷ്, 3ാം സ്ഥാനം നേടിയ സാന്ദ്ര ബാബു എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, നൂതന സാങ്കേതിക രംഗത്ത് വലിയ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ശാസ്ത്രഭാഗം കൂടി ചേർത്തുകൊണ്ട് പഠന ഭാഗമായിട്ട് ഇത്തവണത്തെ 7ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇത്തവണ ഗവൺമെന്റ് സിലബസ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. വരുന്ന കൂടുതൽ വർഷങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ മാറ്റം പ്രദാനം ചെയ്യുന്ന ബോധന രീതി തന്നെ ഗവൺമെന്റ് ആവിഷ്കരിച്ച് വിദ്യാഭ്യാസ രംഗത്ത്, കേരളത്തിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ നമുക്കറിയാം, ഇപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യത്തോ സംസ്ഥാനത്തോ തൊഴിൽ കിട്ടുന്നുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ആളുകൾക്ക് അതിന് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ ഭാവിയിൽ നേടാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് കേരള ഗവൺമെന്റ് നവകേരള കർമ്മ പദ്ധതിയെ അംഗീകരിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് തൊഴിൽ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം 2 ലക്ഷം പദ്ധതിയിലൂടെ 5 ലക്ഷം ആളുകൾക്ക് പുതുതായിട്ട് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് PSC രംഗത്ത് കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം 37,000 നിയമനങ്ങൾ കേരളത്തിനകത്ത് കേരള ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അത് വലിയ നമ്പറാണ്. ശ്രീരൂപ് MP അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, പ്രഭാകരൻ, സുഭാഷ് KP, രാജൻ N, രമേശൻ കൂടാളി, മനോജ് T, ബാലൻ T, വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. അമ്പലമുക്ക് യുവത കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അമ്പലമുക്ക് യുവത കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ SSLC, +2, LSS, USS ഉന്നത വിജയികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ യുവത കലാ സാംസ്കാരിക വേദിയിൽ അംഗങ്ങളായിട്ടുള്ള നല്ല മക്കളിലും പിന്നെ അയൽപക്കത്തുള്ള ആളുകളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ മക്കളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ചേർന്നിട്ടുള്ളത്. SSLC, +2, LSS, USS സ്കോളർഷിപ്പുകൾ നേടിയവരും ആണ് നമ്മൾ ആദരിക്കുന്നത്. അപ്പോൾ ഉന്നത വിജയം നേടിയ മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവർക്ക് ഭാവിയിലും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനും ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി ഉള്ള ആശംസകൾ അറിയിക്കുക. നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ അമ്പലമുക്ക് പ്രദേശത്തെ ഒരു കൂട്ടായ്മയായി ഈ യുവത കലാ സാംസ്കാരിക വേദി മാറണം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ യുവായിരിക്കുന്ന കാലത്ത് നമ്മുടെ അമ്പലമുക്കിൽ പല പരിപാടികളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലാന്നല്ല, എന്നാലും നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ കൂട്ടായ്മക്ക് നമ്മുടെ നാടിനെ ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കാനുള്ള ഒരു പ്രചോദനവും ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുക. നിരവധി ക്ലബ്ബുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ടായിരുന്നു. കൊച്ചു പ്രദേശത്ത് അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇന്ന് പോയി. എന്നുവെച്ചാൽ യുവാക്കളുടെ ഇടയിൽ യുവാക്കൾക്ക് ഈ കലാ സാംസ്കാരിക രംഗത്തേക്ക് വരാനും അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള ഒരു വിമുഖതയാണ് ഇന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുത്തേ പറ്റും. അപ്പോൾ യുവാക്കളെ ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കൂട്ടായ്മയോ ഉണ്ടായി കഴിഞ്ഞാൽ അവർ മറ്റു മേഖലകളിലേക്ക് പോകില്ല. വാർഡ് മെമ്പർ സിനി മൊമന്റോ വിതരണം ചെയ്തു. യുവത ഭാരവാഹികളായ ലിനീഷ്, പ്രമോദ്, സോവിറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഡിവൈഎഫ്ഐ വെള്ളർവള്ളി വായനശാല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന യോഗം പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വെള്ളർവള്ളി വായനശാല യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ വർഷത്തെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. വെള്ളർവള്ളി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്മാരക വായനശാലയിൽ നടന്ന അനുമോദന ചടങ്ങ് KJ ജോയ്ക്കുട്ടിയുടെ അധ്യക്ഷതയിൽ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് SSLCക്ക് A+ നേടിയ ജില്ല അറിയോ? ഏറ്റവും കൂടുതൽ A+ നേടിയ ജില്ല മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ A+ നേടിയ ജില്ല മലപ്പുറം ജില്ലയാണ്. ഇവിടെ തന്നെ വിട്ടിരിക്കുന്ന ഒട്ടേറെ കുട്ടികൾ SSLCക്കും അതുപോലെ തന്നെ +2-നും എല്ലാം
A+ നേടിയവരാണ്. ബാക്കിയുള്ള എല്ലാ ആളുകളും ഉയർന്ന പഠനത്തിന് വേണ്ടിയിട്ട് യോഗ്യത നേടിയിട്ട് ജയിച്ചു വന്ന ആളുകളാണ് ബാക്കി എല്ലാ ആളുകളും. ഇപ്പോൾ നമുക്കറിയാം +2-ന് കേരളത്തിൽ 78.67% കേരളത്തിലെ വിജയശതമാനം. അതിൽ ഏറ്റവും കൂടുതൽ തവണ എറണാകുളം ജില്ലയിലാണ്. എന്താണെന്നറിയോ? എറണാകുളം ജില്ലയിലെ വിജയശതമാനം 84.12% കുട്ടികൾ +2-ന് വിജയിച്ച ജില്ലയാണ് എറണാകുളം ജില്ല. അതിൽ കുറവുള്ള ജില്ല എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ല വയനാട് ജില്ലയാണ്. അത്രയാണെന്നറിയോ? 72.13% വയനാട് ജില്ലയിലെ ഇത്തവണത്തെ +2-ന്റെ വിജയശതമാനം. മാധവ് മാസ്റ്റർ, ഷിൻഡോ കുര്യൻ, പ്രനിൽ തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദിച്ച വിദ്യാർത്ഥികൾ മറുപടി പ്രസംഗവും നടത്തി. മേഖലയിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച നിരവധി വിദ്യാർത്ഥികളെയാണ് DYFI അനുമോദിച്ചത്. അഭിമന്യു സെനിറ്റ്, അലക്സിയ ജോളി, ആഫ്രിക സെനിറ്റ്, നിഫ പി, ലിയ അത്മസ്, ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. വാണിജ്യം. ത്രയംബക ഡാൻസ് അക്കാദമി ഇരിട്ടി കുളിച്ചമ്പ്രയിൽ ആരംഭിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ത്രയംബക ഡാൻസ് അക്കാദമി ഇരിട്ടി കൂളിച്ചമ്പ്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇരിട്ടി നഗരസഭയിൽ കുളിച്ചമ്പ്രയിൽ തന്നെ ഒരു ത്രയംബക ഡാൻസ് സ്കൂൾ ഇന്ന് തുടങ്ങിയാണ്. ഒരു 2 വർഷത്തോളമായി വീട്ടിൽ തുടങ്ങി അത് നല്ല വിപുലീകരിച്ച് നമ്മുടെ കുളിച്ചമ്പ്രയിൽ ഒരു റോഡ് സൈഡിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും കൊണ്ടാക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഡാൻസ് കളിക്കാനുള്ള ഒരു സ്ഥലവും സൗകര്യവും ഒരുക്കിയതിനും ഒരു ത്രയംബക ഡാൻസ് സ്കൂളിന് ഏറ്റവും നല്ല അഭിനന്ദനം അർഹിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. നല്ല കുട്ടികളെ എല്ലാവരെയും എത്തിച്ച് നമുക്ക് നല്ല രീതിയിൽ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് ടീച്ചറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡാൻസ് സ്കൂൾ മികച്ച സ്കൂളാക്കി മാറ്റാനുള്ള ഒരു സന്തോഷവും കൂടി അറിയിച്ചുകൊണ്ട് നഗരസഭാ കൗൺസിലർ P. രഘു അധ്യക്ഷത വഹിച്ചു. ബെഞ്ചിയെ കൂടുതൽ ഇടക്കിടയ്ക്ക് ആശ്രയിക്കുന്ന ഒരാളായിരുന്നു. കാരണം നമ്മളിപ്പോൾ ക്ലബിൻ്റെയോ അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും അതിൻ്റെ ഫലം നോക്കി പറഞ്ഞു തരാൻ അല്ലെങ്കിൽ പരിപാടിയായി സഹകരിക്കാൻ കഴിഞ്ഞ കേരളോത്സവങ്ങളിലെല്ലാം നമ്മുടെ സാംസ്കാരിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പോയിന്റുകൾ നേടിത്തരാൻ അങ്ങനെയെല്ലാം ഒരുപാട് ഈ ബന്ധം ഈ നൃത്തകലയുമായി ബന്ധപ്പെട്ട് ബെഞ്ചിയുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ബെഞ്ചിൻ്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പ്രജിന പ്രണീഷ്, സുരേഷ് ബാബു, ശശികുമാർ കാപ്പാടൻ എന്നിവർ സംസാരിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, നാടോടി നൃത്തം, സെമി ക്ലാസിക്കൽ തുടങ്ങിയ നൃത്തങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നും പരിശീലിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും കലോത്സവത്തിനു വേണ്ടിയും പ്രത്യേക പരിശീലനവും നൽകും. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൈശാഖ മഹോത്സവം കൊട്ടിയൂരിൽ ഞായറാഴ്ചയും വൻ ഭക്തജന തിരക്ക്. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾ അക്കരെ കൊട്ടിയൂർ സന്നിധിയിൽ തൊഴുതുമടങ്ങിയത്. വാഹനമിടിച്ചു തകർന്ന ഇരിട്ടി പാലത്തിന്റെ ഇരുമ്പ് ദണ്ട് ഇനിയും നീക്കം ചെയ്തില്ല. പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതവും പുനഃസ്ഥാപിച്ചില്ല.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.